ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമായി CITU. മന്ത്രിയെ നിയന്ത്രിക്കണമെന്ന LDF-ലെ മന്ത്രിയാണെന്ന കാര്യം ഗണേഷ് കുമാർ ഓർക്കണമെന്നും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് KK ദിവാകരൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ മന്ത്രിയെ വഴി തടയും. തൊഴിലാളികൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നും ദിവാകരൻ പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിലാണ് മുൻ MLA കൂടിയായ KK ദിവാകരന്റെ വിമർശനം. ശ്രീ KB ഗണേഷ് കുമാർ എന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഈ തൊഴിലാളികളെ ഏതൊരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയാണ് ഈ തൊഴിലാളികളെയും അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപനങ്ങളെയും കണ്ടുവരുന്നത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ്. അതിലെ മന്ത്രിയാണ് ശ്രീ KB ഗണേഷ് കുമാർ എന്ന കാര്യം അദ്ദേഹം ഇടയ്ക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഈ മന്ത്രിയെ നിയന്ത്രിക്കാൻ ഈ തൊഴിലാളി സംഘടനകൾ വിചാരിച്ചാൽ കഴിയും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സമരം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. RB സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, എന്താണ് ദിവാകരൻ പറയുന്നത്? ജിംസ്, ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത്. അതിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള KK ദിവാകരൻ, മുൻ MLA, അദ്ദേഹമാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ നടത്തിയത്. LDF-ലെ ഒരു മന്ത്രിയാണെന്ന കാര്യം ഗണേഷ് കുമാർ ഓർക്കണം. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു സമരം. കാരണം നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ സമയത്ത് തന്നെ സ്വന്തം ഘടകകക്ഷിയിലെ ഒരു മന്ത്രിക്കെതിരെ തന്നെ സമരം നടത്താൻ CITU തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഫെബ്രുവരി 21-ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. അതിൽ തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണം എന്നുള്ള കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CITU ജനറൽ സെക്രട്ടറി ഇളമരം കരി തന്നെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. അതിന്റെ ഉറപ്പിൽ മുഖ്യമന്ത്രി ഇത് ഉടനെ നടപ്പിലാക്കണമെന്ന കാര്യമൊക്കെ അറിയിച്ചാണ്. പക്ഷേ അതിന് വിഭിന്നമായിട്ട് വീണ്ടും ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് മന്ത്രി ഗണേഷ് കുമാർ. അതിനെതിരെയാണ് ഇന്നത്തെ സമരം. അതുകൊണ്ട് തന്നെ മന്ത്രി ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരോട് പെരുമാറുന്നത്. അവസാനിപ്പിക്കണം. മന്ത്രിയെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ അത് തൊഴിലാളികളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതായത് ഈ ഡ്രൈവിംഗ് പരിഷ്കരണം മാറ്റുക, ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ട ഗ്രൗണ്ടുകൾ സർക്കാർ തന്നെ കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിയത്. ഇതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ ഏപ്രിൽ 3-ാം തീയതി മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. എന്നിട്ടും തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയാൻ തന്നെയാണ് CITUവിന്റെ തീരുമാനം. അജിം. ശരി സനൂപ്.